മോട്ടിവേഷൻ എന്ന് പറയുന്നത് പുറമേ നിന്ന് വന്ന് നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. കുറച്ചു കാലത്തിലേക്ക് യു ഹിൽ ബെറ്റർ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അത് നമ്മുടെ തോൽവിയെ പോലും എക്സ്പെക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. പ്രണയം നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ, പ്രണയം നിങ്ങളെ കൂടുതൽ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രണയം നിങ്ങളെ കുറച്ചുകൂടി നല്ല രീതിയിൽ ജീവിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അതുമാത്രമാണ് പ്രണയം. ഒരാളെ കൊല്ലാനുള്ള ഏറ്റവും ഭീകരമായ മാർഗം എന്താണെന്ന് വെച്ചാൽ അയാളെ സ്നേഹം കൊണ്ട് നിറച്ചിട്ട് ഇറങ്ങിപ്പോവുക എന്നുള്ളതാണ്. ഇഞ്ചിഞ്ചായി കൊല്ലാൻ പറ്റും. ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല. സങ്കടവും സന്തോഷവും കൃത്യമായ ഇടവേളയിൽ നമ്മളെ തേടിക്കൊണ്ടേയിരിക്കും. സന്തോഷങ്ങളെ ആഘോഷിക്കുക, സങ്കടങ്ങളെ കുലീനമായി നേരിടുക. ജീവിതത്തിൽ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ കഷ്ടപ്പെടുകയോ ഒരു എത്തും പിടിയും കിട്ടാതെ വരുമ്പോൾ ശക്തമായി പ്രാർത്ഥിക്കുക. ഒരു പെൺശരീരത്തെക്കുറിച്ച് ആണിന് പറഞ്ഞു കൊടുക്കുവാൻ ഏറ്റവും യോഗ്യത ഉള്ളത് ഒരു പെണ്ണിനാണ്. ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ കാര്യം അവളുടെ സൗഹൃദമായിരിക്കും. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടക്കുക. കണ്ണു തുറന്നു നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോടുകൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ്. നമ്മെ വിമർശിച്ചവരെ കൊണ്ട് കൈയടിപ്പിക്കുന്നതാണ് യഥാർത്ഥ മറുപടി. ആ കൈയടിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ച് താങ്ക് യു പറയുന്നതാണ് മെച്യൂരിറ്റി. നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നവരോട് നമ്മൾ ചെയ്യുന്ന ക്രൂരത അവരുടെ സ്നേഹത്തെ പരിഗണിക്കാതിരിക്കുന്നതാണ്. അതാണ് സ്നേഹിക്കപ്പെടാതെ പോകുന്ന സ്നേഹം. നമ്മൾ എപ്പോഴും സന്തോഷമായിരിക്കാൻ എന്തു ചെയ്യണം? ഒന്നെങ്കിൽ ഭ്രാന്ത് പിടിക്കണം, അല്ലെങ്കിൽ മരിച്ചു പോണം. മനുഷ്യനായി ജീവിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന താങ്ക്സ് ആണ് സങ്കടം. ചോറിലാണ് കല്ലുകളെങ്കിലും പറയുന്നത് മുഴുവൻ ശുദ്ധിയെ പറ്റിയാണ്. ഉള്ളിൽ ഇരുട്ടാണെങ്കിലും കയ്യിൽ വിളക്ക് കൊണ്ട് നടക്കുന്നവരുണ്ട്. തിരിച്ചു കിട്ടില്ലെന്നറിഞ്ഞിട്ടും, നീണ്ടു നിൽക്കില്ലെന്നറിഞ്ഞിട്ടും, പറ്റിക്കപ്പെടുമെന്നറിഞ്ഞിട്ടും പിന്നെയും സ്നേഹിക്കാൻ കഴിയുന്നതാണ് സ്നേഹമെന്ന വാക്കിനെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അവയുമായി പൊരുത്തപ്പെടണം. നിങ്ങളുടെ സമീപനത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു വ്യക്തി തന്റെ മനോഭാവത്തിൽ വഴക്കമുള്ളവനായിരിക്കണം. ഒരു വ്യക്തി നാളെ ചെയ്യേണ്ട ജോലി ഇന്ന് തന്നെ ചെയ്യണം. ഈ ശീലം ജീവിതത്തിൽ സന്തോഷമെത്തിക്കും. മോശം സമയങ്ങളിൽ ഒരു വ്യക്തി പ്രധാനപ്പെട്ട ജോലികൾ നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ നിങ്ങൾ അനാവശ്യ ചെലവുകൾ ഉടൻ നിർത്തി പണം ലാഭിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ എപ്പോഴും പണം ലാഭിക്കുന്നത് വളരെ പ്രധാനമാണ്. ഒരു വ്യക്തി മോശം സമയങ്ങളിൽ ഈ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അയാൾ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. സ്വാർത്ഥരും അത്യാഗ്രഹികളുമായ ആളുകളിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കണം. മാതാപിതാക്കളെയും ഭാര്യയെയും കുട്ടികളെയും ബഹുമാനിക്കാത്ത, മുതിർന്നവരോട് നല്ല രീതിയിൽ പെരുമാറാത്ത ഒരാളുമായി ഒരിക്കലും സൗഹൃദം സ്ഥാപിക്കരുത്. മോശമായ, അതായത് തെറ്റായ സ്ഥലത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുമായി ചെങ്ങാത്തം കൂടരുത്. ഒരു ദുഷ്ടന് എപ്പോൾ വേണമെങ്കിലും നിങ്ങളോട് മോശമായ കാര്യങ്ങൾ ചെയ്യാനാകും. അതിനാൽ ദുഷ്ടന്മാരിൽ നിന്നും അകന്നു നിൽക്കുക. പാപം ചെയ്യുന്ന മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. അത്തരക്കാരുമായി സൗഹൃദം സ്ഥാപിക്കാതിരിക്കുക. ഇത്തരക്കാരുമായുള്ള സൗഹൃദം നിങ്ങളെ അപകടത്തിലേക്ക് തള്ളിവിടും.